നഗരത്തെ ലോകോത്തരമാക്കുമെന്നുൾപ്പെടെ വാചകമടികളും വൻ വാഗ്ദാനങ്ങളും നടത്തിയാണ് ബി.ജെ.പി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ അധികാരമേറ്റത്. സംസ്ഥാന തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട കോർപ്പറേഷൻ ഭരണം കയ്യിലെത്തിയത് രാജ്യവ്യാപകമായാണ് അവർ ആഘോഷിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ പ്രമുഖരെ അണിനിരത്തി വിജയാഹ്ലാദവും നടത്തി. പ്രസ്തുത പരിപാടിയിൽ തിരുവനന്തപുരത്തിന് മാത്രമായി ചില പ്രഖ്യാപനങ്ങൾ പ്രധാനമന്ത്രിയിൽ നിന്നുണ്ടാകുമെന്ന് പ്രചരിപ്പിച്ചെങ്കിലും പതിവ് വാചാടോപത്തിനപ്പുറം മോഡിയിൽ നിന്ന് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ യോഗമെന്നതിനപ്പുറം പ്രഖ്യാപനങ്ങൾ ഉണ്ടായില്ല. മാറാത്തത് മാറുമെന്നായിരുന്നു തെരഞ്ഞെടുപ്പിലെ ബി.ജെ.പിയുടെ പ്രധാന മുദ്രാവാക്യം. പക്ഷേ അധികാരത്തിലെത്തി 6 മാസത്തോളമായിട്ടും പ്രഖ്യാപനങ്ങൾക്കും പ്രചാരണങ്ങൾക്കും അപ്പുറം എന്തെങ്കിലും മാറ്റം നഗരവാസികൾക്ക് അനുഭവപ്പെടുന്ന വിധം ഭരണം കാഴ്ചവെക്കുന്നതിന് സാധ്യമായില്ല എന്നു മാത്രമല്ല, മാറാത്തത് മാറുമെന്നതിന് പകരം നാറാത്തത് നാറുമെന്ന് പരിഹാസത്തിന് ഇടയാക്കുന്ന വിധം നഗരത്തിലെ ജനജീവിതം ദുസ്സഹമായിരിക്കുകയാണിപ്പോൾ. നഗരഭരണത്തിന്റെ ആസൂത്രണമില്ലായ്മ ഏറ്റവും പ്രകടമായതായിരുന്നു ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാല. ലക്ഷക്കണക്കിന് സ്ത്രീകൾ എത്തുകയും നിരത്തുകളിൽ മുഴുവൻ അടുപ്പുകൾ കൂട്ടുകയും ചെയ്യുന്ന നഗരം വളരെ പെട്ടെന്ന് തന്നെ ശുചീകരിച്ച് പൂർവ്വസ്ഥിതിയിലാക്കുക എന്നത് കഴിഞ്ഞ കുറെ വർഷങ്ങളായി പതിവായിരുന്നു. ഉപേക്ഷിക്കുന്ന അടുപ്പുകളും മറ്റ് അവശിഷ്ടങ്ങളും നീക്കി രാത്രിയോടെ തന്നെ നഗര ശുചീകരണം നടത്തുന്നതിനുള്ള ബൃഹത്തായ ആസൂത്രണം അതാത് കാലത്തെ നഗര ഭരണാധികാരികൾ സംസ്ഥാന സർക്കാരിന്റെ വിവിധ വകുപ്പുകളുമായി യോജിച്ച് നടത്തുകയായിരുന്നു ചെയ്തിരുന്നത്. എന്നാൽ ഹൈന്ദവ ഭക്തി ആഘോഷിക്കുന്ന ബി.ജെ.പി. നഗരഭരണം കയ്യേറ്റ ഈ വർഷത്തെ പൊങ്കാല കഴിഞ്ഞ് ശുചീകരണം പാടെ പാടുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. ഒരാഴ്ചയിലധികമാണ് മാലിന്യങ്ങൾ നിറഞ്ഞ് നാറ്റം വിതയ്ക്കുന്ന സ്ഥിതിയുണ്ടായത്. നഗരഭരണത്തിന്റെ പരാജയം പ്രകടമാക്കിയതായിരുന്നു ഈ സംഭവം. അതിനു പിന്നാലെയാണ് മഴക്കാലപൂർവ്വ ശുചീകരണം പാളി നഗരം വെള്ളക്കെട്ടിലാകുന്ന സ്ഥിതി ഉണ്ടായിരിക്കുന്നത്. കൃത്യമായ ആസൂത്രണത്തോടെ ശുചീകരണം നടത്തുകയും അടഞ്ഞുപോകുന്ന ജലമാലിന്യ നിർഗമന മാർഗങ്ങൾ വൃത്തിയാക്കുകയും ചെയ്യുന്ന പതിവാണ് ഇത്തവണ തെറ്റിയത്. അതിന്റെ ഫലമായി ആദ്യ മഴ പെയ്തപ്പോൾ തന്നെ നഗരത്തിലെ താഴ്ന്ന ഭാഗങ്ങൾ വെള്ളത്തിൽ മുങ്ങുന്ന സാഹചര്യമുണ്ടായി. നഗരത്തിലെ ഏറ്റവും ദീർഘമേറിയ ആമയിഴഞ്ചാൻ പഴവങ്ങാടിത്തോട് ശുചീകരണം പാളിയതാണ് വെള്ളക്കെട്ടിന് കാരണമായത്. പഴവങ്ങാടിത്തോട് ശുചീകരണ ഉദ്ഘാടനം മേയറുടെ നേതൃത്വത്തിൽ കൊട്ടിയാഘോഷിച്ച് നടത്തിയെങ്കിലും തുടർ നടപടികൾക്ക് വേഗം കുറവായിരുന്നു. ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കൽ നടത്താത്തതും പ്രശ്നം രൂക്ഷമാക്കി. ഇതു കാരണം തമ്പാനൂർ, കിഴക്കേക്കോട്ട, പഴവങ്ങാടി, അട്ടക്കുളങ്ങര ഉൾപ്പെടെ പ്രദേശങ്ങളിൽ വെള്ളം കയറുകയും യാത്ര തടസ്സപ്പെടുകയും ചെയ്തു. ഓടകളിലെ മാലിന്യം കലർന്ന വെള്ളം തൊട്ടടുത്ത ഹോട്ടലുകൾ, തുണിക്കടകൾ, പലചരക്കു കടകൾ എന്നിവിടങ്ങളിലും കയറി വ്യാപാരികൾക്ക് നാശമുണ്ടാക്കുകയും ചെയ്തു. നഗര ശുചീകരണം പൂർണ്ണമായും താളം തെറ്റിയ നഗരത്തിൽ മഴക്കാലം എത്തുന്നതോടെ പകർച്ചവ്യാധി ഭീഷണിയും ഉയർന്നിരിക്കുകയാണ്. അതിനാൽ മാലിന്യം കലർന്ന വെള്ളത്തിൽ ഇറങ്ങേണ്ടി വന്നവർ എലിപ്പനി പ്രതിരോധ ഗുളികകൾ ഉപയോഗിക്കണമെന്ന മുന്നറിയിപ്പ് ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ടും 8 ലക്ഷത്തിലധികം ജനസംഖ്യയും 100 കണക്കിന് വ്യാപാര സ്ഥാപനങ്ങളുമുള്ള വൻ നഗരമെന്ന നിലയിലുള്ള നഗരമാലിന്യവും തിരുവനന്തപുരത്തിന്റെ വലിയ സാമൂഹ്യ പ്രശ്നമായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി അത് ഇല്ലാതാക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. തുടർച്ചയായി മഴ പെയ്താൽ പോലും അധിക നേരം വെള്ളക്കെട്ട് അനുഭവപ്പെടാറില്ലായിരുന്നു. അവിടെയാണ് കുറച്ചു മണിക്കൂർ മാത്രം മഴ പെയ്തപ്പോൾ വെള്ളക്കെട്ടും മാലിന്യ പ്രവാഹവും ഉണ്ടായത്. ജലസേചന വകുപ്പിനെ കുറ്റപ്പെടുത്തി നഗരസഭ സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന സ്ഥിതിയുണ്ടായി. മുൻ ഭരണസമിതികളെ പഴിചാരുകയും ചെയ്തു. യഥാർത്ഥത്തിൽ തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച തുറന്നു സമ്മതിക്കലാണിത്. തിരുവനന്തപുരം സംസ്ഥാന തലസ്ഥാനം എന്ന നിലയിൽ എല്ലാ വകുപ്പുകളുടെയും സഹകരണത്തോടെയാണ് മഴക്കാലപൂർവ്വ ശുചീകരണം നടത്താറുള്ളതെങ്കിലും അതിന്റെ പൂർണ്ണ നേതൃത്വം നഗരഭരണക്കാർക്ക് തന്നെയാണ്. നാളിതുവരെ ഉണ്ടായിരുന്ന എല്ലാ ഭരണാധികാരികളും അത് നിർവഹിച്ചിട്ടുമുണ്ട്. വിവിധ വകുപ്പുകളുടെ സഹകരണം തേടിയും റെസിഡൻസ് അസോസിയേഷനുകൾ, സാമൂഹ്യ സന്നദ്ധ സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികൾ എന്നിവയെ കൂട്ടിയോജിപ്പിച്ചുമാണ് ഇത് നടത്തി വന്നിരുന്നത്. ഓരോ വാർഡിലും ശുചീകരണത്തിനായി ഇത്തവണ നൽകിയ തുക പോലും അപര്യാപ്തമായിരുന്നുവെന്ന പരാതിയും ഉയരുകയുണ്ടായി. നഗരഭരണം എന്നത് റീലുകളിലും കൊട്ടിഘോഷിക്കലിലുമല്ലെന്നും എല്ലാവരെയും സംയോജിപ്പിച്ച് ആസൂത്രണത്തോടെ നടത്തേണ്ടതാണെന്നും തിരിച്ചറിയുന്നില്ലെങ്കിൽ ഈ മഴക്കാലം നഗരവാസികൾക്ക് ദുരിതമായിരിക്കുമെന്നാണ് ആശങ്കപ്പെടേണ്ടത്.